പാലക്കാടും പ്രതിഷേധം പുരോഗമിക്കുന്നു. ഐഷത്തുൽ ഷംന ചേരുന്നു പാലക്കാട് നിന്നും. ഷംന, പാലക്കാട് എങ്ങോട്ടേക്കാണ് പ്രതിഷേധം? MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണോ BJPയുടെ പ്രതിഷേധം? ഷംന. ഘട്ടം മുതൽ BJP ഉയർത്തുന്നത് രാഹുലിന്റെ രാജി തന്നെയാണ്. രാജി ആവശ്യം തന്നെയാണ് BJPയും DYFIയും ഉയർത്തിയിരുന്നത്. എന്തായാലും പുതിയ കേസ് കൂടി, മൂന്നാമത്തെ പരാതി കൂടി വരുമ്പോൾ BJP വലിയൊരു പ്രതിഷേധവുമായി ഇപ്പോൾ രാഹുലിന്റെ ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. അതിനിടെയാണ് ഓഫീസിലേക്കുള്ള വഴിയിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നത്. പക്ഷേ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമമൊക്കെ ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടായി. എന്തായാലും ഇപ്പോൾ ആ ബാരിക്കേഡിന് അപ്പുറത്ത് നിന്നവർ പ്രതിഷേധിക്കുകയാണ്. ഇങ്ങനെ ഒരു MLA പാലക്കാടിന് വേണ്ട. ഷാഫിയുടെ നേതൃത്വത്തിൽ എത്തിച്ച ഇത്തരത്തിലുള്ള ഒരു മോശം മനോഭാവമുള്ള, സ്ത്രീകളോട് വളരെയധികം മോശമായി പെരുമാറുന്ന, ഇത്തരത്തിലുള്ള ഒരു മനോവൈകല്യമുള്ള ഇങ്ങനെ ഒരു MLA പാലക്കാടിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ MLA ഓഫീസിലേക്കുള്ള വഴിയിലായിരുന്നു ഈ പ്രതിഷേധം ഉണ്ടായിരുന്നത്. അതിപ്പോൾ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആദ്യഘട്ടം മുതൽ തന്നെ BJPയുടെയും DYFIയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഒക്കെ വരുന്നതിന് മുൻപ് ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരം രാജി ആവശ്യം. പാലക്കാട് പ്രതിഷേധം പുരോഗമിക്കുന്നു. അവിടെ ജനറൽ ആശുപത്രിയിൽ പ്രതിഷേധമുണ്ട്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോലം കത്തിക്കൽ അതിലേക്കാണ് BJP പോകുന്നതെന്ന് തോന്നുന്നു. MLA സ്ഥാനം രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. മാർച്ച് തടയുന്നുണ്ട് അവിടെ പോലീസ്. MLA സ്ഥാനം രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BJPയുടെ അവിടുത്തെ പ്രതിഷേധം. അവിടെ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു. അവിടെയും DYFI മോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധമാണ് അവിടെ പുരോഗമിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കി തിരികെ വാഹനത്തിലേക്ക് കയറ്റുക എന്ന TDS വളരെ ശ്രമകരമായ ദൗത്യം പോലീസിന് മുന്നിൽ ഇപ്പോഴും ഉണ്ട്. ഇതിനോടകം വൈദ്യപരിശോധന പൂർത്തിയാവേണ്ടതാണ്. കാര്യം ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂറോളം ആകുന്നു ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് ശേഷം. അവിടെ രാഹുലിനെ എത്തിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റോളം വൈകി രാഹുലിനെ പുറത്തേക്ക് ഇറക്കാൻ. അത് ഈ പ്രതിഷേധം കാരണമായിരുന്നു. ഇപ്പോൾ ഇതിനോടകം എന്തായാലും വൈദ്യപരിശോധന പൂർത്തിയായിട്ടുണ്ടാവണം. രാഹുലിനെ പുറത്തേക്ക് ഇറക്കാതിരിക്കുന്നതിന് കാരണം ആ പ്രതിഷേധം തന്നെയാണ്. പ്രതിഷേധക്കാരെ പ്രതിഷേധക്കാർക്കിടയിലൂടെ രാഹുലിനെ വാഹനത്തിലേക്ക് കയറ്റാനുള്ള വഴിയുണ്ടാക്കുകയാണ് പോലീസിന് ഇപ്പോഴത്തെ ശ്രമം. അതിനുശേഷമാണ് അവിടെ മജിസ്ട്രേറ്റിനടുത്തേക്ക് കൊണ്ടുപോവുക. മജിസ്ട്രേറ്റിന് അവിടെയും വലിയ പോലീസ് സന്നാഹം അവിടെയുണ്ട്. അവിടെയും ഒരുപക്ഷെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജനറൽ ആശുപത്രിയിലെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി കൂടുതൽ സുരക്ഷ ഒരുക്കാതെ രാഹുലിനുമായി സഞ്ചാരം സാധ്യമല്ല എന്ന് പോലീസ് തിരിച്ചറിയുന്നു. അവിടെയും വലിയ പ്രതിഷേധമുണ്ട്. പാലക്കാട് പ്രതിഷേധം തുടരുന്നു. സമീർ ബിൻ കരീം അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. സമീർ, പാലക്കാട് BJPയുടെ പ്രതിഷേധം എങ്ങനെയാണ്? കോലം കത്തിക്കുകയാണോ അവിടെ? ഹാഷ്മി, നിലവിൽ കോലം കത്തിച്ചിട്ടില്ല. നിലവിൽ നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് പ്രതിഷേധവുമായി BJP പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഓഫീസിലേക്കാണ് പ്രതിഷേധ സമരവുമായി എത്തിയത്. MLA ഓഫീസിന്റെ മീറ്ററുകൾക്ക് മുൻപ് തന്നെ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് ഈ സമരം തടയുകയായിരുന്നു. അതിന് പിന്നാലെ പ്രവർത്തകർ ഇവിടെ നിന്നുകൊണ്ട് രാഹുലിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഷാഫി പറമ്പിലിന്റെ ഒരു സഹായത്തോടു കൂടിയാണ് രാഹുൽ ഇത്രയധികം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൂട്ടിയതെന്നും BJP പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും ഇവർ ഇപ്പോൾ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. രാഹുലിന്റെ കോലവുമായാണ് ഈ BJP സമര പ്രതിഷേധവുമായി. MLA സ്ഥാനം രാജിവെക്കണം. സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിന് 100 നാളുകൾ മാത്രം ബാക്കിയാണ്. ആ പ്രതിഷേധം അല്ലെങ്കിൽ തന്നെ പ്രതിഷേധം ഉണ്ടാകും. പക്ഷേ ഇലക്ഷൻ ദിവസങ്ങൾ ഉണ്ടാകുന്ന പ്രതിഷേധത്തിന് ഉറപ്പായും അതിന് തീവ്രത കൂടും. അതിന് പൊളിറ്റിക്കൽ കാരണങ്ങൾ ഉറപ്പായും ഉണ്ട്. അതെല്ലാവരും ചെയ്യുന്നതാണ്. അതിന് BJPയെയോ CPMനെയോ ഏതെങ്കിലും തരത്തിൽ കുറ്റം പറയേണ്ട കാര്യമില്ല. അത് രാഷ്ട്രീയമായി തന്നെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെയൊക്കെ ലക്ഷ്യം. അതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം. ആ ലക്ഷ്യം ഉറപ്പായും ഇതിനകത്തുണ്ട്. പക്ഷേ ആ ലക്ഷ്യത്തിനപ്പുറം ഈ കേസിന്റെ മെറിറ്റിൽ മൂന്നാമത്തെ പരാതി വലിയ തെളിവുകളുള്ള പരാതിയാണ് എന്ന് തന്നെയാണ് SITയുടെ കോൺഫറൻസ് അവകാശവാദം. ഈ പറയുന്ന ക്രൂരമായ പീഡനം, ഈ പറയുന്ന ക്രൂരമായ ആക്രമണം നേരിട്ടു എന്ന് വീഡിയോ കോൺഫറൻസിനോട് നൽകിയ മൊഴിയിൽ യുവതി പോലീസിനോട് പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. മുഖത്തടിച്ചു, ദേഹമാകെ മുറിവുകളുണ്ടാക്കി, അങ്ങനെ വളരെ വയലന്റായ രീതിയിലുള്ള സമീപനം രാഹുലിനുണ്ടായി. ഇതിനുശേഷമൊക്കെയും ഇവിടെ സാമ്പത്തിക ചൂഷണം എന്നൊരു ആംഗിൾ കൂടി മൂന്നാമത്തെ പരാതിയിൽ പറയുന്നുണ്ട്. ഫ്ളാറ്റ് വാങ്ങിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പണം നൽകാൻ നിർബന്ധിച്ചു. ഏതോ ഫ്ളാറ്റ് നിർമ്മാണ പാർട്ടിയെ പോയി സംസാരിക്കും. അതിൽ കുറച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. പണം ആവശ്യപ്പെട്ട് പണം കൊടുത്തു. വിലപിടിപ്പുള്ള വസ്തുക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വാങ്ങിക്കൊടുത്തു തുടങ്ങിയ കാര്യങ്ങൾ കൂടി സാമ്പത്തിക ചൂഷണ ആംഗിളിൽ ആദ്യ 2 പരാതികളിൽ വ്യത്യസ്തമായി മൂന്നാമത്തെ പരാതിക്കാരി പറയുന്നുണ്ട്. വിദേശത്താണുള്ളത് പരാതിക്കാരി. നാട്ടിലേക്ക് എത്തി 164 അടക്കം കൊടുക്കും എന്നാണ് ഇപ്പോൾ അറിയാനും കഴിയുന്നത്. ഷിജോ കുര്യൻ തുടരുന്നു പത്തനംതിട്ടയിൽ. ഷിജോ, വൈദ്യപരിശോധന പൂർത്തിയാക്കി പുറത്തേക്കിറക്കാൻ കഴിയാത്തതിന്റെ കാരണം ഈ പ്രതിഷേധം തന്നെയല്ലേ ഷിജോ?
ഹാഷ്മി, വലിയ പ്രതിഷേധം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വൈദ്യപരിശോധന പൂർത്തിയാക്കി ഒരു തരത്തിലും രാഹുലുമായിട്ട് പോലീസ് സംഘത്തിന് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് എത്താൻ കഴിയാത്തത്. നമ്മൾ രാവിലെ മുതൽ തന്നെ പറയുന്നുണ്ട്, രാഹുലുമായിട്ട് എയർ ക്യാമ്പിൽ നിന്ന് അന്വേഷണ സംഘം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ പ്രതിഷേധം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളിൽ നിന്ന് ഉണ്ടാകുമെന്ന കാര്യം രാവിലെ മുതൽ തന്നെ പറയുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലയിടങ്ങളിലും പോലീസിന്റെ സുരക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ പോലും മറികടന്നുകൊണ്ടാണ് ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ രാഹുലിന് നേരെ പ്രതിഷേധവുമായിട്ട് വന്നത്. ഒരു തരത്തിലും രാഹുലിന് പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് ജീപ്പിൽ നിന്ന് വലിയ പാടുപെട്ട് ശ്രമകരമായിട്ട് പോലീസ് ജീപ്പിലേക്ക് നിന്ന് പുറത്തേക്ക് ഇറക്കി രാഹുലിനെ ആശുപത്രിക്ക് അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രിക്ക് അകത്ത് നിന്ന് ഒരു തരത്തിലും പുറത്തേക്ക് വന്ന് പോലീസ് ജീപ്പിലേക്ക് രാഹുലിന് കയറാൻ കഴിയാത്ത സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം അവിടെ യുവമോർച്ചയും ഡിവൈഎഫ്ഐയും തീർത്തിട്ടുണ്ട്. സമാനമായൊരു സാഹചര്യം വരുന്ന വഴിക്കല്ല, മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് വരുന്ന വഴിയിലെല്ലാം ഉണ്ടാവാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷയാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വിവിധ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് ഇപ്പോൾ തീർത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മജിസ്ട്രേറ്റിന്റെ ഔദ്യോഗിക വസതിക്ക് സമീപമാണ്. ഈ ഔദ്യോഗിക വസതിക്ക് സമീപം ഡിവൈഎസ്പിയുടെയും ആറന്മുള പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ വിന്യസിച്ചിരിക്കുന്നത് കാണാം. കാരണം രാഹുലുമായി ഇവിടേക്ക് പോലീസ് സംഘം വരുമ്പോൾ വലിയ പ്രതിഷേധം ഏതെങ്കിലുമൊക്കെ കോണിൽ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് വലിയ സുരക്ഷാ സംവിധാനം പോലീസ് ഇപ്പോൾ തീർത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ മജിസ്ട്രേറ്റ് മുമ്പാകെ രാഹുലിനെ ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് റിമാൻഡിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യമൊക്കെ പരിഗണിച്ചുകൊണ്ടും ഇതൊരു വല്ലാത്തൊരു കേസായതുകൊണ്ടും അങ്ങനത്തെ ഒരു അത്തരം ഒരു വൈകാരികതയൊക്കെ ഉള്ളതുകൊണ്ടും അതിന് പോലീസ് ഒരുപക്ഷെ ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ജില്ലാ മജിസ്ട്രേറ്റ് 2 അഞ്ജലി ദേവിയാണ് അഞ്ജലി ദേവിക്ക് മുമ്പാകെയാണ് രാഹുലിനെ ഹാജരാക്കുക. ഒരുപക്ഷെ രാഹുലിനെ റിമാൻഡിലേക്ക് വിടാനും അതല്ല എങ്കിൽ ഒരു പ്രത്യേക കേസായിട്ട് പരിഗണിച്ചുകൊണ്ട് കസ്റ്റഡിയിലേക്ക് വിടാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങി വളരെ വിശദമായിട്ട് പോലീസിനെ ഇൻട്രോഗേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ വിശദമായിട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ മജിസ്ട്രേറ്റ് രാഹുലിനെ കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് റിമാൻഡിലേക്ക് തന്നെയാണ്. അങ്ങനെയെങ്കിൽ റിമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് തിരുവല്ല മജിസ്ട്രേറ്റിന്റെ പരിധിയിൽ വരുന്ന കാര്യമായതുകൊണ്ട് ഒരുപക്ഷെ തിരുവല്ല ജയിലിലേക്കോ അതല്ല എങ്കിൽ മാവേലിക്കരയിലെയോ കൊട്ടാരക്കരയിലെയോ ജയിലിലേക്കോ രാഹുൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം പിന്നീടായിരിക്കും ഇന്ന് തന്നെ രാഹുൽ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് മുമ്പാകെ സമർപ്പിക്കുമെന്നുള്ള വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് 2 അഞ്ജലി ദേവിക്ക് മുമ്പാകെ രാഹുലിന്റെ അഭിഭാഷകൻ ജാമ്യാപേക്ഷ സമർപ്പിക്കും. ഇതിനകത്ത് പോലീസിന് മുമ്പാകെ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും പോലീസിന് തള്ളുന്ന ഒരു സമീപനമാണ് രാഹുൽ സ്വീകരിച്ചത്. കാരണം ഇതിനകത്ത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നിട്ടുള്ളത്. അതല്ലാതെ യാതൊരു വിധത്തിലും ഈ പരാതിയിൽ പറയുന്ന പോലുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഹുലിനെയാണ് നമ്മൾ പോലീസ് SIT മുമ്പാകെ നമ്മൾ കണ്ടിരുന്നത്. കാരണം ആ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി രാഹുലുമായിട്ട് അന്വേഷണ സംഘം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പുറത്തേക്ക് വരുമ്പോൾ പോലും എന്തായാലും ആ ചോദ്യം ചെയ്യൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യമായി സഹകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫോൺ പിടിച്ചെടുത്തിരുന്നു, ഫോണിന്റെ പാസ്വേഡ് അടക്കം കൈമാറിയിട്ടില്ല. എന്ത് ചോദിച്ചാലും ഈ പറയുന്ന രീതിയിൽ അതിനൊക്കെ വക്കീൽ മറുപടി പറയും എന്ന മറുപടി രാഹുൽ പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ SIT മുന്നോട്ട് വെക്കും. പക്ഷേ ഇത് ഞായറാഴ്ചയാണ്. ഇന്നത് ഉണ്ടാകുമോ എന്ന കാര്യം നമുക്ക് അല്പസമയത്തിനകം അറിയുകയും ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.